കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായ UDF നേതാവിൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വിവാദവും പ്രതിഷേധവും ആളിക്കത്തുകയാണ്. കായംകുളം UDF കൺവീനർ ഇർഷാദ് നടത്തിയ മോശം പരാമർശം എങ്ങനെയാകും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഇത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമെന്ന് പ്രതികരിച്ച പ്രതിഭ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകാനാണ് പ്രതിഭയുടെ തീരുമാനം. വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീരഴകു കൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെന്നായിരുന്നു UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പ്രതിഭ MLA ആയിരുന്നപ്പോൾ ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷമായി ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനവും ചെയ്തിട്ടില്ലെന്ന് വിമർശിച്ചുകൊണ്ടാണ് ഇർഷാദ് വിവാദ പരാമർശം നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകുമെന്ന് കായംകുളം MLAയും LDF സ്ഥാനാർത്ഥിയുമായ പ്രതിഭ പറഞ്ഞു. തനിക്കെതിരായ പരാമർശം പൊതുരംഗത്തേക്ക് വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നത് പോലെയാണ്. പരാമർശം തന്റെ മനസ്സിനെ ആകെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോടെയാണ് പ്രതിഭ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലെ സ്ത്രീകളോടുള്ള സമീപനം എന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്കിലാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇതാണ് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണ ഒരു സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളെ രംഗത്ത് നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ പ്രഗത്ഭരായിട്ടുള്ള 3 മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിലുണ്ടായിരുന്നു. 3 മന്ത്രിമാർ വനിതകളായിരുന്നു. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ. പരമാവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പരാമർശവും അതിനേക്കാൾ ഉപരിയായിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ മനോഭാവവും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. പൊതുപ്രവർത്തകയായതിനാൽ ഒരു വനിതയെ ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണെന്ന് പരാമർശത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ലീഗ് നേതാവിൻ്റെത് സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നും കുറ്റകൃത്യമാണെന്നും മാപ്പപേക്ഷിച്ച് രക്ഷപ്പെടാനാകില്ലെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിനിടെ പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഇർഷാദ് രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്നും തന്റെ പ്രസ്താവനയെ അത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നുമാണ് ഇർഷാദിന്റെ വാദം. തന്റെ പരാമർശം ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും ഇർഷാദ് വ്യക്തമാക്കി. ഞാൻ പ്രസംഗിച്ചതായി ചില സോഷ്യൽ മീഡിയകളിലും ചില വിഷയങ്ങളിലുമൊക്കെ വന്ന ഒരു പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസംഗം, എൻ്റെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ടുള്ള ഒരാളിനും അത്തരത്തിലൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയും. കാരണം ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സ്ത്രീകളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.